നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അർജന്റീന വേഴ്സസ് ഇംഗ്ലണ്ട് മത്സരം വളരെ ആവേശകരമായിരുന്നു. 2-1 അർജന്റീന വിജയിച്ചും കയറി. സ്വാഭാവികമായിട്ടും വലിയ ഫ്രസ്ട്രേഷൻ ഇംഗ്ലീഷ് താരങ്ങൾക്ക് ഉണ്ടാകും. എന്നാൽ അത് അർജന്റീന താരത്തെ കൈവച്ചുകൊണ്ട് കാണിക്കുന്നത് വളരെ ചീപ്പ് പരിപാടിയാണ്. അത് തിരിച്ച് അതുപോലെ കിട്ടേണ്ട ഒരു പ്രശ്നവുമാണ്. വാലന്റിൻ ബാർക്കോയെ അടിക്കുന്ന ജൂഡ് ബെല്ലിംഗാം, അത് ഇമ്മീഡിയറ്റ്ലി ബാർക്കോ തിരിഞ്ഞു ബെല്ലിംഗാമിനെ പിടിച്ച് തള്ളി. പ്രശ്നം വലിയ രൂപത്തിലേക്ക് ആകുന്നതിന് മുമ്പ് മറ്റുള്ളവർ പിടിച്ചു മാറ്റി. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. ഏതായാലും ഇത് നടക്കാൻ പാടില്ലാത്തൊരു സംഭവമായിരുന്നു. ബെല്ലിംഗാം പിന്നെ കളിക്ക് ശേഷം വലിയ സങ്കടമുണ്ടായി, കളി തോറ്റു, എല്ലാവരും വലിയ നിരാശയിലാണെന്നൊക്കെ പറയുന്നത്. പക്ഷെ നിരാശ കാണിക്കേണ്ടത് ഈ രൂപത്തിലല്ല. സംഗതി ഉണ്ടായത് കളി കഴിഞ്ഞ ഉടനെയാണ്. കളി കഴിഞ്ഞു, അർജന്റീന താരങ്ങൾ വലിയ ആഘോഷത്തിലേക്ക് പോകുന്നു. ആ സമയത്താണ് ലൗട്രോ മാർട്ടിനസിനെയും ഹുലിൻ ആൽവരസിനെയും ഒക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആഘോഷിക്കുകയാണ് വാലന്റിൻ ബാർക്കോ. അപ്പോഴാണ് പുറകിലൂടെ പോയിട്ട് തലക്ക്, അതിങ്ങനെ ചെറിയൊരു പാറ്റല്ല, ആഞ്ഞടിക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്. അതോടുകൂടി ബാർക്കോ പെട്ടെന്ന് തിരിയുകയും അവർ തമ്മിലുള്ള ഒന്നും തള്ളിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. ഒന്ന് തിരിച്ച് പുഷ് ചെയ്തു. പക്ഷേ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോവാതെ ബാക്കിയുള്ളവർ പിടിച്ചു വെച്ചതുകൊണ്ട് പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടുകയായിരുന്നു. ഏതായാലും ഒരു ഹീറോയിക് മത്സരത്തിന് ശേഷം അർജന്റീന ആഘോഷിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതിലൊക്കെ കണ്ട് ഇങ്ങനെ ഫ്രസ്ട്രേഷനൊക്കെ കാണിക്കേണ്ട ആളാണോ ജൂഡ് ബെല്ലിംഗാമിനെ പോലെ ഒരാൾ? കാരണം അദ്ദേഹം ഈ വേൾഡ് കപ്പിൽ ഏറ്റവും മനോഹരമായി കളിച്ച താരങ്ങളിൽ ഒരാളല്ലേ. തോൽവി അങ്ങ് ഉൾക്കൊണ്ട് മടങ്ങി പോവുക, അതാണ് ചെയ്യേണ്ടത്. ഇംഗ്ലീഷുകാർ എന്തുകൊണ്ട് ഈ രൂപത്തിൽ, ഇംഗ്ലീഷുകാർ മറ്റു താരങ്ങളൊന്നും അത്ര പ്രശ്നം ഉള്ള രൂപത്തിലല്ല പ്രതികരിച്ചെന്നുള്ള വേറെ കാര്യം. പക്ഷേ ബെല്ലിംഗാമിൻ്റെ ഭാഗത്തുണ്ടായത് അത്ര ശരിയായൊരു കാര്യമല്ല. ഇനി ഇതുപോലെ തന്നെ കളിക്കിടയിൽ ചില സംഭവങ്ങളുണ്ടായി, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പിക്ഫോർഡ് എപ്പോഴും അർജന്റീന താരങ്ങൾ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. അത് അയാളുടെ ഒരു കളി രീതിയും അങ്ങനെ തന്നെയാണ്. അപ്പോഴാണ് ആ ഒരു ഗോള് പിറക്കുന്നത്. എൻസോ ഫെർണാണ്ടസിൻ്റെ വെടിച്ചില് ഗോള് പിക്ഫോർഡിനെ മറികടന്ന് ഇംഗ്ലണ്ടിൻ്റെ വലയിലേക്ക് പോകുന്നു. അപ്പോൾ ക്യൂട്ടി റൊമേറോ നടത്തുന്ന സെലിബ്രേഷൻ ഉണ്ട്. അതായത് അവിടെ വീട് കിടക്കുന്ന പിക്ഫോർഡിൻ്റെ മുഖത്ത് നോക്കി സ്ക്രീം ചെയ്യുന്നത്, അത് ഒരു പ്രൊവക്കേഷൻ എന്ന രൂപത്തിലേക്ക് പോയി. പക്ഷേ വലിയ രൂപത്തിലൊരു ഇഷ്യൂ ആവാതെ, കാരണം ആ ഗോളിൽ നിരാശനായി അവിടെ കിടക്കുന്നു പിക്ഫോർഡ് എന്നുള്ളത് കൊണ്ട് ഒരു പ്രശ്നമായി മാറില്ല. അത് കളിയുടെ മൊമെൻറ്റിൽ ഉണ്ടാവാറുണ്ട്. ചില ഘട്ടങ്ങളിൽ ഈ എതിരാളിയുടെ മുഖത്തിനടുത്ത് പോയി സ്ക്രീം ചെയ്യുക എന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യമല്ലെങ്കിലും വല്ലപ്പോഴും ഒക്കെ സംഭവിക്കാറുണ്ട്. പക്ഷേ ബെല്ലിംഗാമിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത് ഒട്ടും നീതീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.